ഷാർജ പുസ്തകോത്സവത്തിൽ ഇത്തവണ ഇന്ത്യൻ പ്രസാധകശാലകളുടെ സാന്നിധ്യം വിപുലമാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങൾ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ ഇന്ത്യയുടെ സാന്നിധ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ഇന്ത്യൻ പ്രസാധകശാലകളുടെ ഒരു പ്രത്യേക പവലിയൻ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാം. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ പ്രസാധകശാലകളെല്ലാം ഒരുമിച്ചുള്ള 7-ാം നമ്പർ ഹാളിലാണ്. സാധാരണ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പവലിയനാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉണ്ടാവാറുള്ളത്. ഇത്തവണ അതിന് പുറമെ നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു ലാംഗ്വേജസ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, അതുപോലെ തന്നെ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസ് കോർപ്പറേഷൻ, ചെന്നൈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ തുടങ്ങി വിവിധ പുസ്തക പ്രസാധകശാലകൾ, ഇത് സർക്കാർ സപ്പോർട്ടോട് കൂടിയിട്ട്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധകശാലകൾ ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് ഡയറക്ടർ രാകേഷ് കുമാറാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ഈ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിച്ചത്. The role of National Book Trust India is to promote reading culture, to promote readership in the country, and to represent India as a nodal agency outside the India. We have also come with books in English, Hindi, Tamil, Malayalam, Kannada, Urdu and other languages. First time we are coming here to sell this book also. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പുസ്തകങ്ങളുടെ ഒരു സാന്നിധ്യം ഇത്തവണ കൂടുതലായി തന്നെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ 7-ാം നമ്പർ ഹാളിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.